അങ്ങനെ നമ്മുടെ പിങ്കിക്ക് 8ന്റെ പണി കിട്ടിയിരിക്കട്ടോ. കഴിഞ്ഞ ദിവസം നന്ദയ്ക്ക് കൊടുത്ത പണികളെല്ലാം തന്നെ തിരിച്ചിത്തവണ അതിന്റെ ഡബിൾ ഇരട്ടിയായിട്ട് നമ്മുടെ പിങ്കിക്ക് കിട്ടിയിരിക്കണം. കഴിഞ്ഞ ദിവസം കണ്ടാണ് രാവിലെ കോളേജിൽ പോകുന്ന സമയത്താണ് നമ്മുടെ അരുന്ധതി വരും പറഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്ന് നിർബന്ധിച്ച് നമ്മുടെ നന്ദയെ കൊണ്ട് ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മിക്സി കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെ അരകലായിട്ട് അരച്ചൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ നന്ദയുടെ കൈയൊക്കെ ചതയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതേ സെയിം സിറ്റുവേഷനാണ് ഇന്ന് നമ്മുടെ പിങ്കിക്കും കിട്ടിയിരിക്കുന്നത്. ഇന്നാണെങ്കിൽ ഓരോ പണികളായിട്ട് ഓരോരുത്തർക്കും തരംതിരിച്ചു കൊടുത്തപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മുടെ അരുന്ധതി വല്യമ്മ ഏൽപ്പിച്ചത് പിങ്കിയാണ് കേട്ടോ. പിങ്കി ആണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയുകയാണ് മിക്സി ഇപ്പൊ കംപ്ലൈന്റ് ആണല്ലോ, മിക്സിനെ നാളെ നന്നാക്കി കിട്ടത്തുള്ളൂ, അതുകൊണ്ട് നീ അപ്പൊ നമ്മുടെ ലക്ഷ്മി പിങ്കിയോടായിട്ട് പറയണേ അതുകൊണ്ട് നല്ല അരകല്ലെ നല്ലപോലെ അരച്ചെടുത്ത് ഉണ്ടാക്കിയാൽ മതി എന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ നമ്മുടെ അരുന്ധതി വല്യമ്മയ്ക്ക് അവിടെ പിന്നെ പിങ്കിക്കും പ്ലിങ് ആയിട്ട് നിൽക്കും കേട്ടോ. അങ്ങനെ നിവൃത്തിയായിട്ട് സഹിക്കാതെ നമ്മൾ നിവൃത്തിയില്ലാതെ പിങ്കിയാണെങ്കിൽ നമ്മുടെ അരകല്ലായിട്ട് അരക്കോട്ടെ. ഇതൊക്കെ കണ്ടോടെ നന്ദ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ടാണെങ്കിൽ മുളക് അരയ്ക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ പിങ്കിയുടെ കൈയൊക്കെ എന്നിട്ട് പുകയുണ്ടോ. അപ്പൊ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട് നല്ല പൂ പോലുള്ള കൈയുടെ ആരെങ്കിലും ഒന്ന് തടവി കൊടുക്കുക അല്ലെങ്കിൽ ഊതി കൊടുക്കുക, നീറ്റിലൊന്ന് മാറ്റുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ പിങ്കിക്കാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുക. അപ്പൊ നമ്മുടെ പൗത്രൻ പറയുന്നുണ്ട് എന്നാലും പിങ്കിയേട്ടത്തിയോട് ഈ കൊടുഞ്ചത് ചെയ്യേണ്ട ക്രൂരത ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഗൗതമാണെങ്കിൽ നമ്മുടെ നന്ദ ഏൽപ്പിച്ച പണി മൊത്തം എടുത്തിട്ടാണെങ്കിൽ ക്ഷീണം കൊണ്ട് അല്ലെങ്കിൽ തലവേദന എടുത്തിട്ട് അവിടെ ഇരിക്കും കേട്ടോ. അപ്പം നമ്മുടെ നന്ദ ഒന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സാറിന് ചോദിക്കുമ്പോൾ വല്ലാത്ത തലവേദന എന്ന് പറയുന്നത്. അപ്പൊ നന്ദ പറയുന്നുണ്ട് എന്നാൽ ഞാൻ കുറച്ച് വെള്ളം ചൂടായിക്കൊണ്ട് വരാം, സാറും ചൂടുവെള്ളത്തിൽ കുളിക്കുക അങ്ങനെ ആവി പിടിക്കുന്നൊക്കെ പറയണം. അപ്പം നമ്മുടെ പിങ്കി എന്തായാലും അതേ സമയത്ത് അങ്ങോട്ട് വരും കേട്ടോ. അപ്പം ഇങ്ങനെ പിങ്കി ഗൗതം ഇരിക്കുന്ന കണ്ടോണ്ട് ചോദിക്കും എന്ത് പറ്റി ഗൗതം എന്ന് ചോദിക്കുമ്പോൾ നല്ല തലവേദന പിങ്കി എന്ന് പറയുമ്പോൾ അതെങ്ങനെ തലവേദന എടുക്കാതിരിക്കും സാർ, ഈ പോലീസ് ഓഫീസറായിട്ട് ഇവിടുത്തെ ഈ അടുക്കള പണി മൊത്തം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സാറിന് പിന്നെ തലവേദന എടുക്കാതിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ പിങ്കി ആണെങ്കിൽ ഞാൻ എന്നാ പോയി തലവേദനക്കുള്ള ബാമിട്ട് തരാമെന്ന് പറഞ്ഞാണെങ്കിൽ മൃതാഞ്ജനൊക്കെ എടുത്ത് തലവി കൊടുത്തുകൊണ്ടിരിക്കോട്ടെ. നമ്മുടെ പിങ്കി ആണെങ്കിൽ നല്ല ആസ്വദിച്ച് തന്നെ ഇരിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ചുകൊണ്ട് ദേ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാട്ടോ. നമ്മുടെ പിങ്കി ആണെങ്കിൽ ഗൗതമിന്റെ തലയിലാണെങ്കിൽ നെറ്റിയിലാണെങ്കിൽ ഈ മൃതാഞ്ജനൊക്കെ ഇട്ട് കൊടുക്കുന്ന നമ്മുടെ നന്ദയുടെ മുഖമൊക്കെ നേരത്തിന് അങ്ങ് ചുമന്ന് വരും കേട്ടോ. അപ്പോഴത്തേനും ഇത് പെട്ടെന്ന് ഗൗതമം ഞെട്ടി നിൽക്കുന്ന ഒരു എപ്പിസോഡാണ് നമുക്കിത് കാണാൻ സാധിക്കുക. എന്തൊക്കെയാണ് കണ്ടു തന്നെയാണ് എത്രത്തോളം മികച്ച എപ്പിസോഡിൽ തന്നെ വരും ദിവസങ്ങൾ വരുന്നത്. അപ്പം വരും ദിവസങ്ങളെ ചന്ദ്രികയിൽ ചന്ദ്രകാന്ത് പറഞ്ഞിട്ട് ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂസ് ആകുന്ന അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.